കൊച്ചിയിലാകെ പരന്നിരിക്കുകയാണ് നല്ല ബിരിയാണിയുടെ മണം. മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കുന്ന കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റ് കൊച്ചിയിലാണ്. ഹരീഷ് ഹരിദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹരീഷ്, എല്ലായിടത്തു നിന്നും ഹരീഷ് ധാരാളം ഇതിങ്ങനെ ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ കാണേണ്ടി വരികയാണ്. കൊച്ചിയിലെത്തിയപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, പുതിയ രുചി വൈവിധ്യങ്ങൾ? വളരെ ഭയങ്കര സങ്കടത്തിലാണ്. കാരണം കുറേ ജില്ല കഴിഞ്ഞു പോയി. കാരണം കാസർഗോഡ് തുടങ്ങിയ ഇവന്റ് കൊച്ചി എത്തി. അതായത് ഇടുക്കി ഇന്നലെ കഴിഞ്ഞു. അതായത് 10-9 ജില്ല കഴിഞ്ഞു. 5 ജില്ല കൂടെ ഉള്ളൂ. അതിൻ്റെ വളരെ സങ്കടമുണ്ട്. കാരണം ഈ 5 ദിവസം കഴിഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള വളരെ സങ്കടത്തിലാണ്. പിന്നെ വേറൊരാൾ എൻ്റെ കൂടെ വന്നായിരുന്നു. സ്നേഹ ഇതാ ഇവിടെ ബിരിയാണി കഴിച്ച് നടക്കുകയാണ്. കാരണം ഇവിടുന്ന് ബിജു പോയി ഡ്യൂട്ടിക്ക് വിട്ടതാണ്. പക്ഷെ ഡ്യൂട്ടി ഒന്നും ഇല്ല. എല്ലാ ചെമ്പെടുത്ത് കൂടി ഏന്തി നോക്കുന്നത്. ബിരിയാണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണല്ലോ ഈ ദമ്മ് പൊട്ടിക്കാന്ന് പറഞ്ഞത്. ആ സമയത്ത് മണം വന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് എത്ര കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ സംഗതി ചില അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ ജഡ്ജസിന്റെ കാര്യം രവിയേട്ടാ ഒന്ന് വരാമോ? എന്തൊക്കെ ഉണ്ട്? സുഖം തന്നെ? നല്ല ബിരിയാണി ഫാനാണോ? ഞാൻ നന്നായിട്ട് ബിരിയാണി കഴിക്കും. ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരുമില്ല. ബിരിയാണിക്ക് നല്ല അതെന്ന് പറഞ്ഞാലേ എവറി ടൈം നമ്മൾ കഴിക്കുമ്പോൾ വ്യത്യസ്തമായ ബിരിയാണി കഴിക്കുമ്പോൾ ഇവിടെ 30 ബിരിയാണി ഉണ്ട് കേട്ടോ. അല്ല, അതാണ് പുതിയ അനുഭവങ്ങൾ. അത് എനിക്കൊരു പേടിയുണ്ട്. 30 കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനപ്പോൾ തിരഞ്ഞെടുത്ത ഞാൻ 2 പ്ലാൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത 10 കുറേശ്ശെ ആയിട്ട് ഒരു പ്ലേറ്റ് തന്നാൽ ഞാൻ കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ബിരിയാണി കുറച്ച് ഭാഗം 1, 2, 3 ഇടുന്നതിൽ അത് കഴിക്കാം. അല്ലാതെ ഈ 30 കഴിക്കണമെങ്കിൽ ഓരോ സ്പൂണുമായിട്ട് വെക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഭക്ഷണം എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം ആസ്വദിച്ച് കഴിക്കുന്ന ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഞാൻ പണ്ട് നമ്മൾ സിനിമയിൽ സജീവമായ സമയത്ത് ഈ ഡാൻസിന് മുന്നേ എന്താ കഴിക്കുക? ഈ പൊറോട്ടയോ ബീഫോ അല്ല എന്താ കഴിക്കുക? എനിക്ക് ഒരു പവർഫുൾ കിട്ടാൻ വേണ്ടി ഞാൻ കൂടുതലും വന്നിട്ട് ഞാൻ ബീഫൊക്കെ കഴിക്കും. പക്ഷെ ഞാൻ ബീഫിനേക്കാളും പ്രിഫർ ചെയ്യുക അതെന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ സമയത്ത് പൊറോട്ടയും ബീഫിനേക്കാളും എനിക്ക് പൊറോട്ടയും ചിക്കനും പൊറോട്ടയും മട്ടൻ കറിയൊക്കെ ഇഷ്ടം. ഞാൻ മട്ടൻ മുപ്പാസൊക്കെ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്. വെള്ളം വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ മദ്രാസിൽ നിന്ന് അപ്പോൾ വീട്ടിലറിയാം അത് ഉണ്ടാക്കുന്നത് സ്പെഷ്യലായിട്ടാണ്. അത് പ്രത്യേകമാണ്. ഞങ്ങളുടെ അവിടുത്തെ ഒരു കറിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വന്നിട്ട് ഇവിടുത്തെ ചോറല്ലല്ലോ മദ്രാസിലോട്ട് കൂടെ വരാൻ വേണ്ടിയിട്ട് വന്നിട്ട് ചിലപ്പോൾ 4 പ്രാവശ്യം 5 പ്രാവശ്യം കൂടും. അങ്ങനെ ഈ സ്റ്റെപ്പിന് മുന്നേ ഈ കറി മപ്പാസ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. എനിക്ക് അതൊരു സ്റ്റൂ അല്ല, അതൊരു സെമി ഗ്രേവി ഐറ്റം അല്ല, ഗ്രേവിയാണത്. പാല് പിഴിഞ്ഞ കറിയാണ്. അതിൻ്റെ മട്ടൻ കറി വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. അതേപോലെ കട്ട്ലറ്റ് അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. നല്ല ഭക്ഷണപ്രിയനാണ് എന്തായാലും. കാരണം പറഞ്ഞു തുടങ്ങി നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ പോയി മട്ടൻ ബിരിയാണി വഴി എവിടേക്കൊക്കെയോ സഞ്ചരിച്ചു. ഇതെന്തായി പണി കഴിഞ്ഞാ? കാര്യങ്ങളൊക്കെ ശുഭം ആണ്. ഫസ്റ്റ് അടിക്കില്ലേ? അറിയില്ല. ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്. ബിരിയാണിക്ക് പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ ബിരിയാണി പേരെന്താ? തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി. അത് ഞങ്ങളുടെ ഈ കൊച്ചിന്റെ പ്രത്യേകത. ഞാൻ ഇപ്പോൾ ഇത്രയും ജില്ല സഞ്ചരിച്ചു. എല്ലാ ജില്ലകളിലും ആ ജില്ലക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കൊച്ചി എന്താ വെച്ചാൽ ഈ വലിയ നഗരമായതുകൊണ്ട് തന്നെ കോഴിക്കോട്ടുകാരുണ്ട്, കണ്ണൂരുകാരുണ്ട്, പല ജില്ലകളിലും ആൾക്കാർ വന്നിട്ട് തലശ്ശേരി ബിരിയാണി സ്റ്റൈൽ ബിരിയാണി. ഇതെന്തൊക്കെ? ദം ബിരിയാണി. ഫസ്റ്റ് അടിക്കില്ലേ? നല്ല ആഗ്രഹമുണ്ട്. എന്തെങ്കിലും തരണം കേട്ടോ. ചില്ലറ പൈസ അല്ലെങ്കിൽ 50-50 ആണോ? ഒരാൾ 2 ചിക്കൻ കഷ്ണം കൂടുതൽ കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. തിന്നാൻ കിട്ടിയതിനൊന്നും വേണ്ട. പിന്നെ അവിടെ സ്വന്തമായിട്ട് ബിരിയാണിക്ക് പേരിട്ട ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആസിഫിയുടെ വൈഫും കാര്യം വന്നിട്ടുണ്ട്. നമസ്കാരം. ഹായ്. നല്ല ബിരിയാണി ഫാനാണോ? എങ്ങനെയാ? ബിരിയാണി ഫാനാണ്. ആസിഫ് എങ്ങനെ ബിരിയാണിയാണോ? കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു കേട്ടോ, എന്തോ വെജ് നല്ല ചെമ്മീൻ കറി ഇതൊക്കെ പറഞ്ഞു കേട്ടു ഇന്റർവ്യൂല. ആസിഫ് അങ്കമാലി അതാണ് ഏറ്റവും ഫേവറേറ്റ്? എല്ലാം ഓരോ നാട്ടിലും ഓരോ ഫേവറേറ്റ് ഉണ്ട്. പൊതുവെ ബിരിയാണി ഫാനാണോ ആസിഫ്? ബിരിയാണി ഫാനാണ്. ആണ്. ഇത്ര അങ്ങനെ തന്നെ. പേഴ്സണലി ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണ്? വിശക്കുമ്പോൾ ആദ്യം ബിരിയാണി. ഇന്ന ബിരിയാണി ഒന്നുമില്ല, ബിരിയാണി കിട്ടിയാൽ മതി. ചിക്കൻ ബിരിയാണി, പിന്നെ മട്ടൻ ബിരിയാണി ആളാണ്. ആസിഫ് അത്യാവശ്യം ഫുഡി ആണല്ലോ അല്ലേ? നല്ല ഫുഡിയാണ്. ഇപ്പൊ
പിന്നെ ഇത്ത കണ്ണൂരില്ലേ ബേസ് അല്ലേ? അതെ അതെ ആസിഫ തൊടുപുഴ. തൊടുപുഴ. അപ്പൊ ഈ 2 ബിരിയാണി തമ്മിലൊരു കോമ്പറ്റീഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? രണ്ട് ടൈപ്പ് ബിരിയാണി. നമ്മൾ അവിടെ ബസുമതി റൈസ് ആണ് ഉപയോഗിക്കുക, അങ്ങനെയാണോ? അതെ, ബസുമതിയാണ് തൊടുപുഴ ഭാഗത്ത് അല്ലേ? നമ്മള് മലബാർ ഭാഗത്തേക്ക് കൈമ റൈസ് ആണ്. കൈമ റൈസ്. അപ്പൊ അതിൽ ആസിഫിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ബിരിയാണി കൈമ റൈസ് ആണോ അല്ലെങ്കിൽ ബസുമതി ആണോ? അത് ആസിന്റെ ഉമ്മ ഉണ്ടാക്കുമ്പോ ചെറുപ്പത്തിലെ അത് ആ ഒരു ഇതുണ്ടാവല്ലോ, ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയോടുള്ള. പക്ഷെ ആള് ഫുഡ് ആയതുകൊണ്ട് എല്ലാം തട്ടിക്കേറ്റും. അതെ അതെ, എല്ലാം ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണോ? ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ബിരിയാണി ഞാൻ ഗീ റൈസിന്റെ ആളാണ്. ബിരിയാണി ഉമ്മയാണ് ഭയങ്കര സ്പെഷ്യലിസ്റ്റ്. അപ്പൊ ഉമ്മ ഒരു ഗസ്റ്റ് കൂടിയാണ്. എന്തായാലും ഇവന്റ് ഗംഭീരമാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹ വയറും വാടക എടുത്താണ് വന്നേക്കുന്നതാണ് എന്നോട് ആദ്യം പറഞ്ഞേക്കുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ല, ഇന്നലെ രാത്രി പട്ടിണിയായിരുന്നു, ഇന്നലെ ഉച്ചക്കാണ് കഴിച്ചത്. അപ്പൊ വയറിങ്ങനെ മൊത്തം കാലിയാക്കി വെച്ചേക്കുവാണ്. ടേസ്റ്റ് ചെയ്യണ്ടേ? അപ്പൊ എന്തായാലും മാധു ഇവന്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ ആലപ്പുഴ, മറ്റന്നാൾ കോട്ടയം, എന്തായാലും ഫെബ്രുവരി 2 കൂടി തന്നെ ട്രിവാൻഡ്രത്ത് എത്തും. അന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ജോയിൻ ചെയ്തുകൊള്ളുക. കാരണം നല്ല ബിരിയാണി അന്നേയും കഴിക്കാം, അല്ലാതെ എന്നോട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല.